കൂറ്റനാട് ടൗൺ വികസനം യാഥാർത്ഥ്യമാകുന്നത് നീളുന്നു. ഭൂമി ഏറ്റെടുക്കാൻ സർവേ നടപടികൾ പൂർത്തിയായിട്ട് 5 മാസം പിന്നിടുമ്പോഴും ഭൂമി ഏറ്റെടുക്കാനായിട്ടില്ല. സ്ഥലം കൊടുക്കുമ്പോൾ മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയാണ് കെട്ടിട ഉടമകൾക്ക്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ജില്ലകളിലെ 21 ജംഗ്ഷനുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കൂറ്റനാട് പട്ടണവും വികസിപ്പിക്കുന്നത്. റോഡുകളുടെ വീതി കൂട്ടും, ആവശ്യമായ മേൽപ്പാലങ്ങളും ബൈപ്പാസുകളും നിർമ്മിക്കും. മികച്ച ട്രാഫിക് സംവിധാനങ്ങളും നടപ്പാതകളും മുന്നറിയിപ്പ് ബോർഡുകളും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യവും നിരീക്ഷണ ക്യാമറകളുമെല്ലാം പദ്ധതിയുടെ ഭാഗമായി പട്ടണത്തിലൊരുക്കും. ഇതിനായി വിശദ പദ്ധതിരേഖ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട്. വിവിധ തലങ്ങളിലുള്ള യോഗങ്ങളും ചേർന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി വൈകുന്നതോടെ നഗരവികസന പദ്ധതി തടസ്സപ്പെടുമോ എന്നാണ് കൂറ്റനാട്ടുകാരുടെയും തൃത്താലക്കാരുടെയും ആശങ്ക. പദ്ധതി നടപ്പിലാക്കുന്നതിനോടൊപ്പം കടകളും സ്ഥാപനങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ലഭ്യമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KR ബാലൻ ആവശ്യപ്പെട്ടു. തൊഴിൽ നഷ്ടവും വ്യാപാര നഷ്ടവും സംഭവിക്കുന്ന കടയുടമകൾക്കും വ്യാപാരികൾക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി KP സിദ്ദീഖും ആവശ്യപ്പെട്ടു. അതേസമയം ടൗൺ നവീകരണത്തിന് വിഘാതമായ രീതിയിൽ ആരെങ്കിലും റവന്യൂ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തി പിടിച്ചെടുക്കുമെന്നും ടൗണിന്റെ വികസന പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമപ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളാണ് ഇവിടെയും സ്വീകരിക്കുന്നതെന്നും സർക്കാർ നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള നഷ്ടപരിഹാരം ഉടമകൾക്ക് ലഭിക്കുമെന്ന കാര്യം ഉറപ്പുവരുത്തുമെന്നും MP രാജേഷ് പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല.